ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അപ്പം പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ബോറടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചുറ്റുവട്ടിൽ. എനിക്കിത് എന്ത് വീഡിയോ ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം ഞാൻ കണ്ടൻറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓളിന്ന് മഞ്ചേരി പോയിട്ടുണ്ട്, അപ്പോൾ പോയി വരുമ്പോൾ ഓളെ പിടിച്ച് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടിക്കണത് ഗൈസ്. ഞാൻ വിചാരിക്കും എനിക്ക് നോമ്പില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഓള് വരുമ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓള് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓള് വരട്ടെ, അപ്പോൾ ഓളെ പിടിച്ച് നമുക്കൊരു കണ്ടൻറ്റ് ആക്കാം. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കേട്ടോ ഗൈസ്, ഞാനൊരു നല്ല കളറാണെന്നൊക്കെ വിചാരിച്ച് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഒരു റെഡ് പോലത്തെ വേറൊരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഞാൻ ഒരു പെട്ടെന്ന് അങ്ങനെ വാങ്ങിയൊരു സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വർക്കിനൊക്കെ പോകുമ്പോൾ അത് നല്ല യൂസ്ഫുൾ ആവുന്നുള്ളത്. കാരണം വർക്കിൽ നമുക്കൊന്നും കൂടെ ബ്രൈറ്റായിട്ട് നല്ല കളറിൽ നിൽക്കണം. ലിപ്പും കാര്യങ്ങളും കുറച്ച് മേക്കപ്പൊക്കെ അത്യാവശ്യം ഇടണമല്ലോ. അപ്പോൾ പിന്നെ ഞാനിത് അങ്ങനെ യൂസ് ചെയ്തിട്ടെങ്കിലും ഈ ഒരു സാധനം മുതലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇടൽ. ഞാനിനി വേറെ പർപ്പിളിനും ഫ്ലിപ്പിൽ നിന്നൊക്കെ ഒരു 2-3 ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ലിപ്സ്റ്റിക് ലവറൊന്നും അല്ല, പക്ഷെ എന്നാലും ഞാനങ്ങനെ ഓർഡർ ചെയ്ത് ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. എന്താണ് വീട്ടിലൊക്കെ ലിപ്സ്റ്റിക് ഇട്ടായിരിക്കും കുട്ടി? എന്താ കഴിഞ്ഞോ? മഞ്ചേരി കറങ്ങി നോക്കി. എന്താ വെയില്. എനിക്ക് നോമ്പില്ലല്ലോ. നോമ്പില്ലാന്നോ? തന്നെ എടീന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. പറഞ്ഞല്ലോ പോകുമ്പോ വീഡിയോ എടുക്കണെന്ന്. കണ്ടിട്ടില്ലല്ലോ. എന്റെ കണ്ടിട്ട് എടുത്തിട്ടൂടെ എനിക്ക്. പക്ഷെ ആ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കണുണ്ടോ? എന്താണാവോ? ഞാൻ എന്നെ വെച്ചൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. എന്ത് വീഡിയോ? നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റില്ല, കാരണം ഇത്രയും സമയമായി. പിന്നെ ഹോം ടൂറും വേണ്ട. എന്നാൽ എൻ്റെ ഒരു റൂം ടൂർ എടുത്താലോ? അതൊന്നും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനൊരു ടച്ചപ്പിലൊരു ക്ലീൻ ആക്കിയാണ്. അപ്പോൾ എടുത്താലോ? ഇത് പോയിൻ്റെ ക്ഷീണമൊന്നും മൂത്തില്ലല്ലോ. ഇതാണ് ഗൈസ് എൻ്റെ സ്വർഗം. ഇതിൻ്റെ ഉള്ളൊരു സംഭവമുണ്ട്. ഇതാണ് ഗൈസ്, കണ്ടോ ലൈറ്റ് കത്തുന്നത് കണ്ടോ? ഇതാണ് ഗൈസ് എൻ്റെ ഇരുട്ടത്ത് നമ്മൾ ഫോണിൽ കളിച്ചൊരു വെളിച്ചം കിട്ടാനൊരു സംഭവം. അപ്പം ഇതൊന്ന് സൂം ചെയ്യൂ ഗൈസ്. ഇതാണ് ഒരു സ്പെഷ്യൽ ഇവിടുത്തെ. പിന്നെ നമ്മളുടെ ഇതെന്താന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ലൈറ്റ് ഇടാം കേട്ടോ. നമ്മുടെ ഈ ഫോൺ കേടന്നാട്ടോ, ഇത് വെറുതെ വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്, വീഡിയോ ചെയ്യുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇതാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഉള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ് എൻ്റെ ബെഡ്. എൻ്റെ ബെഡ് വിരിപ്പൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ഈ കർട്ടനൊന്നും മാറ്റിയിട്ടില്ല. അതിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഈ 2 ഭാഗത്തും കർട്ടൻ ഉണ്ട് കേട്ടോ. കളിക്കൂ ഗൈസ്. പിന്നെ ഇത് വരുന്നത് ഇവിടെ നമ്മുടെ ഷെൽഫാണ് ഗൈസ്. 1 മിനിറ്റ് ഇതാണ് ഗൈസ് നമ്മുടെ മിറർ. ഫുള്ള് ചലനം തോത്തിക്കൂടെ സഫ? ഗൈസ് ഇത് പെട്ടെന്നുള്ള വീഡിയോ, ഞാൻ വിചാരിക്കാത്തൊരു വീഡിയോ ആണ്. അപ്പം ഗൈസ് മിറർ തോത്തിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന മിറർ. അപ്പോൾ ഗൈസ് അടുത്ത് നമ്മുടെ ഇതാണ് നമ്മുടെ സെൽഫ്. ഇതെന്താ പറയുക? ഷെൽഫ് അല്ലേ? ഷെൽഫ്. ഇതാണ് ഗൈസ് എൻ്റെ എല്ലാം ഉള്ള പ്രൊഡക്റ്റ്. സൂം ചെയ്യൂ മതിയോ? മേലത്തെ തട്ട്. അപ്പോൾ ഇതാണല്ലോ ഗൈസ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു സംഭവം. ഇതെന്ന് വെച്ചാൽ എനിക്ക് താത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ ഒരു ഫ്രെയിം ആയിരുന്നു. താഴത്ത് ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പൈസക്കുറ്റി. അതിൻ്റെതാണല്ലോ. അതല്ല, ഇത് നമ്മുടെ പിന്നെ മിനിമൽസിൻ്റെ ഒരു മോയ്സ്ചറൈസർ. പിന്നെ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ്, ക്യൂടെക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യൂടെക്സ് നമ്മുടെ ഭയങ്കര അതിലുള്ള ഒരാളാണ്. പിന്നെ ഒരു സ്പ്രേ കുപ്പി ഉണ്ട്, പ്രൈമർ ഉണ്ട്, പിന്നെ ഒരു അത്തറ്, അങ്ങനത്തെ കുറേ സാധനമുണ്ട്. പിന്നെ ഉള്ളിൽ നമ്മുടെ മെയിനുള്ള ഐറ്റംസും ജ്വല്ലറീസ് ഇങ്ങനത്തെ കുറേ സംഭവം നമ്മൾ ഈ പെട്ടിയിൽ അടക്കി ഒതുക്കി. ഇത് 4-5 ലെയറിലൊരു പെട്ടി കേട്ടോ.
ഇതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മളത് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞാൽ പൈസ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ നമ്മുടെ വാച്ച്. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എടുക്കുമ്പം എപ്പോഴും വലിച്ചു വാരിയിട്ട് എന്താ അലങ്കോലാക്കണ്ട വിചാരിച്ചിട്ട് ഇത് നമ്മുടെ മെയിനായിട്ട് എപ്പോഴും ക്യാഷായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് ഈ ബോക്സിൽ അത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ 2 ഫ്രെയിം, ഇതും അവളുടെ വക തന്നതാണ്. പിന്നെ ഈ ഒരു ബാഗ് എൻ്റെ ഒരു ഫേവറേറ്റ് ബാഗാണ്. ഈ ബാഗ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ, അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് എടുത്ത് വലിച്ചിടാൻ വയ്യ. പിന്നെ ഇത് ഫാബ്രിക്കിൻ്റെ പെയിൻറ്റ്, 2 ഗ്ലാസ്, ബ്ലൂടൂത്ത്, ബ്രഷ്, പിന്നെ മസ്കാര, അങ്ങനത്തെ ഓരോ ഐറ്റംസ്. പിന്നെ കുറച്ച് ചെറുപ്പും, ഒരു കണ്ണാടി, പിന്നെ ഒരു വാച്ച്. ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ മാരേജ് തട്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ ബാഗ്, ഹാൻഡ് ബാഗ്, അങ്ങനത്തെ എല്ലാ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റഡീൻ്റെ ബുക്കും കുറച്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാഗിൽ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഉമ്മാൻ്റെ ഒരു ഇതാട്ടോ, ഹെൽത്ത് മരുന്നാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ കോസ്റ്റ്യൂംസിൻ്റെ അധികം ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഏത് വെച്ച് ഇതൊക്കെ ആകെ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വെയർസ്, നമ്മളിപ്പോൾ പെട്ടെന്ന് നല്ലൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ മരണം അങ്ങനത്തെ അല്ലെങ്കിൽ തുറവി, അപ്പം നമ്മൾ കുറച്ച് അറക്കല്ലേ കുറച്ച് വൃത്തിയുള്ള ഡ്രസ്സ്, അതാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ ഷാൾസ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. അത് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ 4-5 ജീൻസ് ഉണ്ട്. പിന്നെ ഷോർട്ട് ഇതാണ് വരുന്നത്, ഷർട്ട് വരുന്നത്. കോസ്റ്റ്യൂംസ് ഇവിടെ പിന്നെ ഉമ്മാൻ്റെ ഷെൽഫായിട്ടും, പിന്നെ ഇവിടെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും അവിടെ പെട്ടെന്ന് ക്ലീൻ ആക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലിട്ടുണ്ട്. പിന്നെ ഇത്ര ഉള്ളൂ നമ്മുടെ ഷെൽഫ്. പിന്നെ അവിടെ മിറർ, ബെഡ്, കർട്ടൻ. പിന്നെ അവിടെ നമ്മുടെ ഒരു കൊട്ട വരുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമുള്ള ഒരു കൊട്ട. പിന്നെ അവിടെ നമ്മൾ ചെറിയൊരു സെറ്റപ്പിൽ ഇത് ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളും. ഇത്ര ഉള്ളൂ നമ്മുടെ റൂം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പുറത്തുനിന്ന് വീടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഹോം ടൂർ എന്നുള്ള നിലയിൽ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. ഹോം ടൂർ അല്ല, റൂം ടൂർ. റൂം ടൂർ എടുത്തുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് ഫുള്ള് നമുക്ക് ഇവിടെ ഇവിടെയൊക്കെ കാണിച്ചു തരാനുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് ടൂറായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അത് പിന്നെ ഒരു വീഡിയോയിൽ എടുക്കാം, കാരണം ഇപ്പം ഞാൻ നല്ല ടയേർഡാണ്. നമുക്കത് നെക്സ്റ്റ് ഒരു വീഡിയോ ഇടാം. പിന്നെ ഞാൻ മഞ്ചേരി പോയിട്ടാണ് വരുന്നത്. ഞാൻ ഫ്രണ്ട്സിന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മഞ്ചേരി പോയിട്ട് വരുന്നത്. അപ്പം ഞാനിട്ട് കോസ്റ്റ്യൂം ഇതാണ്. ഒരു നോർമലായിട്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി പോയതാണ്. അപ്പം നമുക്ക് എത്ര ഉള്ളൂ, ഒരു ടോപ്പും ജീൻസ്. ഞാൻ ഇങ്ങനത്തെ വെയറാണ് എപ്പോഴും ചൂസ് ചെയ്യാറ്. ഇവിടെ പോകുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനത്തെ കേട്ടോ. ഈ പാൻറ്, ഒരു കുപ്പായം, ഒരു ഷാൾ, ഇത്ര ഉള്ളൂ. പിന്നെ ഹെയർ ഞാൻ അയച്ചിടായിരുന്നു പോയത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. ഇത്രയുള്ള എൻ്റെ റൂമിൽ ഉള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഹോം ടൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടോ, എല്ലാ ലൈറ്റും എല്ലാം ഓഫ് ആക്കിയിട്ട് നമ്മൾ എൻ്റെ റൂമിൻ്റെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു റൂം ടൂർ ചെയ്തതാണ്. ഒരു ചെറിയൊരു റൂം ടൂർ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ഗൈസ്. അത്രേ ഉള്ളൂ. ബൈ.